ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. സാധാരണ നമ്മുടെ എല്ലാ ബേക്കറികളിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന വാനില എക്സ്ട്രാക്റ്റ് ആണ്. നമുക്ക് ഒരല്പം വാനില എക്സ്ട്രാക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു ടിപ്പിക്കൽ ഫ്ലേവർ വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സാധാരണ ഒരു ആൽക്കഹോൾ അല്ല. ഇതിൻ്റെ പേര് നമ്മൾ ലിക്കർ എന്നാണ്. ആൽക്കഹോൾ ലിക്കറാണ്. ഇതുപോലെ ഇരിക്കും. എന്തായാലും നമുക്ക് ഒരു അല്പം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ കളറിന് ചെറിയൊരു ചേഞ്ചസ് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരല്പം കൂടി ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഒരു 2.5 സ്പൂണോളം വാനില എസൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതേപടി തന്നെ ഇത് ശരിക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി ശരിക്ക് ക്ലോസ് ചെയ്ത ശേഷം ഏകദേശം ഏറ്റവും കുറഞ്ഞത് 48 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് 48 മണിക്കൂർ. അത് 2 ദിവസം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ദിവസത്തിന് പകരം 4 ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല എഫക്റ്റ് ആയിരിക്കും. 4 ദിവസം ആകുമ്പോഴത്തേന് ഈ പഴത്തിൻ്റെ അടുത്തുള്ള എല്ലാ നല്ല ഗുണങ്ങളും ഇതുമായിട്ട് ശരിക്കും ലിങ്ക് ആവും. ഓക്കെ, ശരിക്കും അലിഞ്ഞു ചേരും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ തൽക്കാലം ഞാനിവിടെ 48 മണിക്കൂർ മാത്രമാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഈ 48 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഇത് സൂക്ഷിക്കുക, വേറെ ഇടത്തും വെക്കാം. അപ്പോൾ ഇത് 48 മണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 48 മണിക്കൂറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് വെക്കുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കളർ ഒരല്പം കൂടി മാറി വരും. അപ്പോൾ ഇതാണ് 48 മണിക്കൂർ കഴിഞ്ഞുള്ള അവസ്ഥ. നമുക്കിനി ഇത് ശരിക്ക് ഒന്ന് അരിച്ചെടുക്കണം. പക്ക അരിച്ചെടുക്കണം. ഏറ്റവും നല്ല ഫിൽട്ടർ ചെയ്ത് തരത്തിലുള്ള ഒരു അരിപ്പ നമുക്ക് എടുക്കാം. അതിലേക്ക് ഇത് ശരിക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശരിക്ക് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ അരിച്ചെടുത്ത് കഴിഞ്ഞു. പക്ഷെ ശരിക്ക് ഇത് ഒന്നും കൂടി അരിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള പൊടിയോ കാര്യങ്ങളോ ഇല്ലാതെ മാക്സിമം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. മറ്റൊരു പാത്രത്തിലേക്കിട്ട് ഇപ്പോൾ ഇതിൻ്റെ നിറം നിങ്ങൾക്ക് ഇച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ എടുത്ത ശേഷം അരിപ്പയ്ക്കകത്ത് തോർത്തോ മറ്റോ എന്തെങ്കിലും ഇട്ട ശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം പ്യൂർ ആയിട്ടുള്ള സാധനം നമുക്ക് ഇവിടെ കിട്ടണം എന്നത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു